പുതുവർഷത്തിൽ കണ്ണൂരിൽ നിന്നും എയർ കേരള വിമാനം പറന്നുയരുമെന്ന ഉടമകൾ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി എയർ കേരള ധാരണാപത്രം ഒപ്പിട്ടു. ചുരുങ്ങിയ ചെലവിൽ വിമാനയാത്ര ഒരുക്കും. അനുമതികളെല്ലാം ലഭ്യമായാൽ 2025 മെയ് മുതൽ സർവീസ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എയർ കേരളയും കിയാലും കണ്ണൂർ വിമാനത്താവളത്തിൽ നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയാളികൾ ഉടമകളായ വിമാന കമ്പനിയാണ് എയർ കേരള. പുത്തൻ ആശയങ്ങളോടെയാണ് എയർ കേരള ആകാശവീഥികളിലേക്ക് പറന്നുയരാൻ ഒരുങ്ങുന്നത്. സേവനത്തിൻ്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ യാത്രികർക്ക് താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കാണ് എയർ കേരള വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ വിനോദസഞ്ചാര മേഖലകളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകി അത്തരം ഇടങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കാകും ആഭ്യന്തര യാത്രകൾ. കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ സൗകര്യം ഒരുക്കിയാൽ വിനോദസഞ്ചാര രംഗത്ത് പുതിയ ചുവടുവെപ്പുകൾ ഉണ്ടാക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. വളരെ നല്ലൊരു ദിവസമാണ് എയർ കേരളക്ക്. കാരണം ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് 72 ATR 72-600 എയർക്രാഫ്റ്റാണ്. 76 സീറ്റേ ഉള്ളൂ. ഓക്കെ, കണ്ണൂരിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് നിയർ ബൈ ഏരിയാസിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് 150 സീറ്റിലെ ജെറ്റ് ഇട്ടാൽ ഫില്ല് ചെയ്യാൻ കഴിയുന്നിരിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ചെറിയ എയർപ്ലെയിൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് സെർവ് ചെയ്യാത്തത്. നമ്മൾ അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. With the support we are getting from KIAL, എനിക്ക് തോന്നുന്നു നമുക്ക് വളരെയധികം ഡെസ്റ്റിനേഷൻസ് കണ്ണൂരുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. ഈ അണ്ടർസേർവ് ഡെസ്റ്റിനേഷൻസ് കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇൻ്റർനാഷണലിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 വർഷം എടുക്കും. കാരണം മിനിമം ക്വാളിഫിക്കേഷൻ ടു ഗോ ഇൻ്റർനാഷണൽ 20 എയർക്രാഫ്റ്റ് ഉണ്ടാകുന്നതാണ്. കൂടാതെ യാത്രികർ കൂടുതലുള്ള ആഭ്യന്തര റൂട്ടുകളും തിരഞ്ഞെടുക്കും. ആദ്യഘട്ടത്തിൽ 76 സീറ്റുകളുള്ള വിമാനങ്ങളാണ് ആഭ്യന്തര സർവീസിനായി ഉപയോഗിക്കുക. ആദ്യം ആഭ്യന്തര സർവീസുകൾ മാത്രമാകും ഉണ്ടാവുക. 20 വിമാനങ്ങൾ ആകുമ്പോഴേ അന്താരാഷ്ട്ര സർവീസിനും അനുമതി ലഭിക്കുകയുള്ളൂ. തുടർന്ന് 2 വർഷത്തോളം ആകുമ്പോഴേക്കും രാജ്യാന്തര വിമാന സർവീസും ആരംഭിക്കും. കണ്ണൂർ വിമാനത്താവളത്തിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും മറ്റു സർവീസുകൾ. അടുത്ത വർഷം മെയ്യോടെ 3 വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസ് ആരംഭിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു. അന്താരാഷ്ട്ര റൂട്ടിൽ അനുമതിയായി കഴിഞ്ഞാൽ തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ, UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ റൂട്ടുകൾക്ക് മുൻഗണന നൽകാനാണ് സാധ്യത. എയർ കേരളയുമായി കിയാൽ ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു. എയർ കേരള സർവീസ് ആരംഭിക്കുന്നത് കിയാലിന് പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. ഇത് സുവർണ ദിനമാണെന്നാണ് കിയാൽ MD-യുടെ പ്രതികരണം. ഇന്ത്യയിൽ തന്നെ ഒന്നാം തരം അറിയപ്പെടുന്ന പോസ്റ്റ് ഓഫീസാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തത് ഈ എയർലൈൻസ് ടേക്ക് ചെയ്യാൻ. അപ്പോൾ മീഡിയൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് ഇമേജ് ലോകത്ത് കൊണ്ടുവരാനോ അതോടുകൂടി തന്നെ ലോകത്ത് നാനാഭാഗത്തുള്ള ടൂറിസ്റ്റുകളെ, കാരണം കേരളം എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മെജോറിറ്റി ഓഫ് ദി ഏരിയാസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. നാനാഭാഗത്തുനിന്ന് ടൂറിസ്റ്റുകൾ കൊണ്ടുവരാനും സാധാരണക്കാർക്ക് അതോടുകൂടി ഇവിടെ നിന്നുള്ള ട്രാവൽ ഈസി ആക്കാനും ഇത് സാധിക്കുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അതോടുകൂടി തന്നെ നല്ലൊരു റേറ്റ് കൊടുത്തിട്ട് ഒരു അൾട്രാ ലോ കോസ്റ്റ് എയർലൈൻസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബസ് മിനിമം ചാർജ് കൊടുത്തിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാനുള്ളൊരു മാർഗം ഉണ്ടാക്കാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അധികം അനിവാര്യമാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറയാം. സന്തോഷം. ഈ ഒരു എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ്, വൈസ് ചെയർമാൻ അയൂബ് കല്ലട, CEO ഹരീഷ് കുട്ടി, കിയാൽ MD ദിനേശ് കുമാർ, ഷമിൽ പട്ടവാതുക്കൽ, അശ്വിനി, ജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.